ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. മമ്പാട് പഞ്ചായത്തിലെ CNG റോഡ് പൊങ്ങല്ലൂർ കുളിക്കടവ് ഭാഗത്ത് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് ടാണ, CP സൈഫുന്നീസ, K സഫീന, ആശാപ്രവർത്തക സക്കീന, നാട്ടുകാരായ സലീം തൈക്കണ്ടി, മേലീദിൽ അസീസ്, മുണ്ടോടൻ അബ്ദുൾ റഷീദ്, സമീർ PCM, MK നജീബ്, VT നാസർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സംഭവത്തിന്റെ ഗൌരവം പരിഗണിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും ഔദ്യോഗികമായി പരാതി നൽകി. മാലിന്യം തള്ളിയവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന കുടിവെള്ള പദ്ധതികളായ ചെമ്പങ്കാട് കുടിവെള്ളം, പൊങ്ങല്ലൂർ പൂച്ചപ്പാറ കുടിവെള്ള പദ്ധതി, കളംകുന്ന് ചെമ്പങ്കാട് മേപ്പാടം ജനവാസ മേഖലകളിലൂടെ ഒഴുകുന്ന പൊങ്ങല്ലൂർ ഇറിഗേഷൻ കനാലും ഈ പ്രദേശത്താണ്. പ്രധാന ജലസ്രോതസ്സായ ചാലിയാർ പുഴയെ മലിനമാക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനമായി. പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. ഇത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരെയോ പോലീസിനെയോ വിവരം അറിയിക്കണമെന്ന് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല പറഞ്ഞു. ഇന്നലെ രാത്രി സമൂഹ വിരുദ്ധര് ചെയ്തൊരു പണിയാണിത്. ഇവിടെ കക്കൂസിന്റെ മാലിന്യം തള്ളിയ നിലയിൽ ഇന്ന് രാവിലെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് കാണാനിടയായിട്ടുള്ളത്. ഉടനെ തന്നെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പർമാരടക്കം നാട്ടുകാരടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടികളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഇന്നലെ രാത്രി ചെറിയൊരു മഴ പെയ്യുന്ന സമയത്ത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് തള്ളിപ്പോയതാണ്. ഇതിന് തൊട്ട് പിറകെ തന്നെ ചാലിയാർ പുഴയുടെ തൊട്ട് അരികിൽ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇവിടെ ഒരു 3-4 പ്രദേശത്തേക്കുള്ള വാർഡിലേക്കുള്ള കുടിവെള്ള പദ്ധതിൻ്റെ താഴെയാണുള്ളത്. ഈ വിവരം നിലമ്പൂർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ കർശനമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാനുള്ളത്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന പഞ്ചായത്തിന്റെ ബോർഡിന് തൊട്ട് താഴെ തന്നെയാണ് മാലിന്യം തള്ളിയത്. ഈ ഭാഗത്തെ CCTV കുറച്ചുകാലമായി ഉപയോഗശൂന്യമാണെന്നും സമീപവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മമ്പാട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.